ഹായ് ഓൾ, നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് 2022 നടന്ന ഒരു എൽ ഡി ടൈപ്പിസ്റ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, മെയിൻ എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 7 ക്വസ്റ്റ്യൻ വരെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എട്ടാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് നോക്കാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഫിംഗർ ഈസ് യൂസ്ഡ് ടു ടൈപ്പ് ദ ലെറ്റർ ജി? വിച്ച് ഫിംഗർ ഈസ് യൂസ്ഡ് ടു ടൈപ്പ് ദ ലെറ്റർ ജി? അപ്പോൾ ഏത് ലെറ്റർ ജി ഏത് ഫിംഗർ യൂസ് ചെയ്തിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ നോക്കാം. 1 ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ, 2 റൈറ്റ് മിഡിൽ ഫിംഗർ, 3 റൈറ്റ് ഇൻഡെക്സ് ഫിംഗർ, 4 ലെഫ്റ്റ് മിഡിൽ ഫിംഗർ. അതിൻ്റെ സബ് ഓപ്ഷൻ എ 3 ഒളി, ബി 4 ഒളി, സി 1 ഒളി, ഡി 2 ഒളി. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി. ഏതാണ്? ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ. അപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യുന്നവർക്കറിയാം ഏതാണ് സെമിക്കോളൻ എസ് ഡി എഫ് ജി. അപ്പം അതിൽ ജി എവിടെയാണ്? ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ കൊണ്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ടൈപ്പ് ചെയ്യുന്ന എല്ലാവർക്കും അറിയായിരിക്കും. ഇതൊക്കെ സിമ്പിളായിട്ട് എഴുതാവുന്നൊരു ആൻസർ കൂടിയാണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ മെയിൻ ഫങ്ഷൻ ഓഫ് റോക്കർ മെക്കാനിസം ഈസ് ടു ഹെൽപ്പ്. അപ്പം മെയിൻ ഫങ്ഷൻ, അതായത് റോക്കർ മെക്കാനിസത്തിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണ് എന്നാണ്. ഒന്നാമത്തെ ഓപ്ഷൻ കളർ ഇൻഡിക്കേഷൻ റിബൺ. അപ്പോൾ ഇൻഡിക്കേഷൻ കളർ കാണിക്കാൻ വേണ്ടിയിട്ട്. 2 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെൻറ്റ്, 3 ടാബ് സെറ്റിംഗ്, 4 തമ്പ് വെയിൽ. ഇതിൻ്റെ സബ് ഓപ്ഷൻ എ 2 ഒളി, ബി 1 and 2 ഒളി, സി 4 ഒളി, ഡി 2 and 3 ഒളി. അപ്പം ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 2 ഒളി. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെൻ്റ് ആണ് റോക്കർ മെക്കാനിസത്തിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെൻ്റ് ആണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, കോൺഫിഡൻഷ്യൽ ഓർ അർജൻറ്റ് മാറ്റേഴ്സ് ആർ ഫോർവേഡഡ് അസ്. അപ്പം അതായത് കോൺഫിഡൻഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ അർജൻറ്റ് മാറ്റേഴ്സ് ഫോർവേഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് ഒന്നാമത്തെ ഓപ്ഷൻ ഒഫീഷ്യൽ ലെറ്റേഴ്സ്, 2 നോട്ടിഫിക്കേഷൻസ്, 3 ഡെമി ഒഫീഷ്യൽ ലെറ്റർ, 4 ബിസിനസ് ലെറ്റർ. അതിൽ സബ് ഓപ്ഷൻ എ 2 ഒളി, ബി 1 ഒളി, സി 4 ഒളി, ഡി 3 ഒളി. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 3 ഒളി. അതായത് ഡെമി ഒഫീഷ്യൽ ലെറ്റർ. ഡെമി ഒഫീഷ്യൽ ലെറ്ററിലാണ് കോൺഫിഡൻഷ്യൽ അല്ലെങ്കിൽ അർജൻറ്റ് മാറ്റേഴ്സ് ഫോർവേഡ് ചെയ്യുന്നത്. ഡെമി ഒഫീഷ്യൽ ലെറ്റർ ആണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ദ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ക്യാൻ പെർഫോം സീക്വൻസ് ഓഫ് അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ ടു അച്ചീവ് എ ടാസ്ക് ഈസ് കോൾഡ് ഡാഷ്. അതായത് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്യുന്ന ഒരു സീക്വൻസ്, അതായത് അരിത്മെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻ, അതിൽ അച്ചീവ് ചെയ്യുമ്പോൾ ഒരു ടാസ്ക് ഉണ്ട് അല്ലേ? ആ ടാസ്കിന് എന്ത് പറയും? സി പി യു അല്ലെങ്കിൽ പ്രോഗ്രാം. ഓപ്ഷൻ സി രജിസ്റ്റർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഓപ്ഷൻ എ സി പി യു, ഓപ്ഷൻ ബി പ്രോഗ്രാം, ഓപ്ഷൻ സി രജിസ്റ്റർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. എൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി പ്രോഗ്രാം എന്നാണ്. അതായത് ദ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ക്യാൻ പെർഫോം സീക്വൻസ് ഓഫ് അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ ടു അച്ചീവ് എ ടാസ്ക് ഈസ് കോൾഡ് പ്രോഗ്രാം. ടാസ്ക് ഈസ് കോൾഡ് പ്രോഗ്രാം ആണ് വരുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ ഫാസ്റ്റസ്റ്റ് മോസ്റ്റ് പവർഫുൾ ആൻഡ് എക്സ്പെൻസീവ് കമ്പ്യൂട്ടേഴ്സ് യൂസ്ഡ് അറ്റ് അറ്റോമിക് റിസർച്ച് സെൻറ്റേഴ്സ്, സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് വെതർ ഫോർകാസ്റ്റിംഗ് സെൻറ്റേഴ്സ് ദാറ്റ് ക്യാൻ പെർഫോം ട്രില്യൺസ് ഓഫ് കാൽക്കുലേഷൻ പെർ സെക്കൻഡ്. അപ്പം അതായത് ഫാസ്റ്റായിട്ടും അതേപോലെ തന്നെ പവർഫുള്ളായിട്ടും എക്സ്പെൻസീവായിട്ടുള്ള കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് അറ്റോമിക് റിസർച്ച് സെൻറ്റേഴ്സ്, അതേപോലെ തന്നെ സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, പിന്നെ വെതർ ഫോർകാസ്റ്റിംഗ് സെൻറ്റേഴ്സിലൊക്കെയാണ്. അപ്പോൾ അവിടെ ട്രില്യൺസ് ഓഫ് കാൽക്കുലേഷൻസ് പെർ സെക്കൻഡിലൊക്കെ നടത്താൻ കഴിയുന്ന ആ ഒരു കമ്പ്യൂട്ടർ ഇതിൽ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. പേഴ്സണൽ കമ്പ്യൂട്ടർ, ഓപ്ഷൻ എ പേഴ്സണൽ കമ്പ്യൂട്ടർ, ഓപ്ഷൻ ബി ടാബ്ലറ്റ്, ഓപ്ഷൻ സി നെറ്റ് ബുക്ക്, ഓപ്ഷൻ ഡി സൂപ്പർ കമ്പ്യൂട്ടർ. അപ്പോൾ ഇതിൽ ഏത് കമ്പ്യൂട്ടറാണ് ഇവിടെയൊക്കെ ഉപയോഗിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി സൂപ്പർ കമ്പ്യൂട്ടറുകളാണ് ഇവിടെ ഈ ഫാസ്റ്റായിട്ടും അതേപോലെ തന്നെ പവർഫുള്ളായിട്ടും എക്സ്പെൻസീവായിട്ടും ഈ അറ്റോമിക് സെൻറ്റർ പോലെയും അതേപോലെ സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെയും വെതർ ഫോർകാസ്റ്റിംഗ് സെൻറ്ററിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് സൂപ്പർ കമ്പ്യൂട്ടറാണ്.
13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പെൻറ്റാബൈറ്റ് ഈസ് ഈക്വലൻ ടു ഡാഷ് ടെറാബൈറ്റ്സ്. അത് പെൻറ്റാബൈറ്റ് ഈസ് ഈക്വലൻ ടു ഡാഷ് ടെറാബൈറ്റ്. അപ്പോൾ എത്ര ടെറാബൈറ്റിന് ഈക്വൽ ആണ് പെൻറ്റാബൈറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 128, ഓപ്ഷൻ ബി 256, ഓപ്ഷൻ സി 1024, ഓപ്ഷൻ ഡി 10. അതായത് ഓപ്ഷൻ എ 128, ഓപ്ഷൻ ബി 256, ഓപ്ഷൻ സി 1024, ഓപ്ഷൻ ഡി 10. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 1024. 1024 ആണ്. 1 പെൻറ്റാബൈറ്റ് എന്ന് പറയുന്നത് 1024 ടെറാബൈറ്റിന് ഈക്വൽ ആണ്. 1 പെൻറ്റാബൈറ്റ് ഈസ് ഈക്വൽ ടു 1024 ടെറാബൈറ്റ്. ഇതാണ് ആൻസർ വരുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ. ദ സ്റ്റഡി, അനലൈസിസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് എൻവയൺമെൻ്റലി സസ്റ്റൈനബിൾ കമ്പ്യൂട്ടിംഗ് ഈസ് കോൾഡ് ഡാഷ്. അതായത് സ്റ്റഡി ചെയ്യാനും അനലിറ്റിക്കായിട്ടും പ്രാക്ടീസ് എൻവയൺമെൻ്റലി സസ്റ്റൈനബിൾ, അതായത് സ്ഥിരമായിട്ടുള്ള ഒരു കമ്പ്യൂട്ടിങ്ങിനെ എന്തു പറയും? ഗ്രീൻ കമ്പ്യൂട്ടിംഗ്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അല്ലെങ്കിൽ ഡേറ്റ വെയർ ഹൗസിംഗ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. അപ്പം ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ആണ് ദ സ്റ്റഡി, അനലൈസിസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് എൻവയൺമെൻ്റലി. എൻവയൺമെൻ്റലി എന്ന് പറയുന്നത് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അത് നേരത്തെ ഒന്നും ആർക്കും അറിയില്ലായിരുന്നു. ഇപ്പോൾ AI എന്താണെന്ന് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതൊരു AI അല്ലാന്ന് മനസ്സിലാവും. പിന്നെ ഡേറ്റ വെയർ ഹൗസിങ്, പിന്നെ ഓൾ ഓഫ് ദീസ്. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ തന്നെ നമുക്ക് ഒന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ പെട്ടെന്ന് എഴുതാനായിട്ട് സാധിക്കും. ഇതിൽ ഓപ്ഷൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് തന്നെയാണ് അല്ലേ. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ മെറ്റാലിക് ഡിവൈസ് ദാറ്റ് ഈസ് തെർമൽ കണ്ടക്റ്റീവ് ആൻഡ് ഡിസൈനഡ് ടു അബ്സോർബ് ആൻഡ് ഡിസ്പേഴ്സ് ഹീറ്റ് ടു ഫ്ലൂയിഡ് മീഡിയം ഫ്രം എ ഹൈ ടെമ്പറേച്ചർ ഒബ്ജക്റ്റ് ലൈക്ക് കമ്പ്യൂട്ടർ പ്രോസസ്സർ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു മെറ്റാലിക് ഡിവൈസ് ഉണ്ട്, അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അതെങ്ങനെയാണ്? അതായത് ഒരു തെർമൽ കണ്ടക്റ്റീവ്, അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അബ്സോർബ് ആൻഡ് ഡിസ്പേഴ്സ് ഹീറ്റ് ടു ഫ്ലൂയിഡ്, അതായത് അബ്സോർബ് ചെയ്യാനും അതേപോലെ തന്നെ ഡിസ്പേഴ്സ്, അതായത് ഹീറ്റ് ടു ഫ്ലൂയിഡ്, അതായത് ഹീറ്റ് ചെയ്യുമ്പോൾ ഫ്ലൂയിഡ് മീഡിയം മുതൽ ഹൈ ടെമ്പറേച്ചറിലോട്ട് ഒബ്ജക്റ്റ്. അതെങ്ങനെയാണ്? ഒരു കമ്പ്യൂട്ടർ പ്രോസസ്സർ പോലെ ഒരു ടെമ്പറേച്ചറിൽ മീഡിയം ടു ഹൈയിലോട്ട് ആകുന്നു. അപ്പോൾ അതെന്ത് ടൈപ്പ് ഒരു മെറ്റാലിക് ഡിവൈസ് ആണ്, അത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ കൂളിംഗ് ഫാന്, ഓപ്ഷൻ ബി ക്യാച്ചി, ഓപ്ഷൻ സി ALU, അതായത് അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്, ഓപ്ഷൻ ഡി ഹീറ്റ് സിങ്ക്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഹീറ്റ് സിങ്ക് ആണ്. ഓപ്ഷൻ ഡി ഹീറ്റ് സിങ്ക്. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് നെറ്റ്വർക്ക് ക്ലാസ് ഈസ് റിസർവ്ഡ് ഫോർ മൾട്ടി കാസ്റ്റിംഗ്. വിച്ച് നെറ്റ്വർക്ക് ക്ലാസ് ഈസ് റിസർവ്ഡ് ഫോർ മൾട്ടി കാസ്റ്റിംഗ്. അതായത് ഏത് നെറ്റ്വർക്കാണ് മൾട്ടി കാസ്റ്റിങ്ങിന് റിസർവ് ആയിട്ടുള്ള ക്ലാസ്? ഓപ്ഷൻ എ ക്ലാസ് എ, ഓപ്ഷൻ ബി ക്ലാസ് ബി, ഓപ്ഷൻ സി ക്ലാസ് ഡി, ഓപ്ഷൻ ഡി ക്ലാസ് ഇ. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ക്ലാസ് ഡി ആണ്. ക്ലാസ് ഡി എന്ന് പറയുന്നതാണ് റിസർവ് ഫോർ മൾട്ടി കാസ്റ്റിംഗ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ഡിവൈസ് ദാറ്റ് സ്കാൻസ് ടെക്സ്റ്റ് ഓൺ പേപ്പർ ആൻഡ് കൺവേർട്ട് ദാറ്റ് സ്കാനഡ് ടെക്സ്റ്റ് ഇൻ ടു ഡിജിറ്റൽ ഫോം. അതായത് ഒരു ഡിവൈസ് ഉണ്ട്, സ്കാൻ ചെയ്യുമ്പോൾ അതിൽ പേപ്പറിലോട്ട് ടെക്സ്റ്റ് ചെയ്യാനും അതിനെ കൺവേർട്ട് ചെയ്യാനും, അതായത് വീണ്ടും തിരിച്ചിട്ട് സ്കാനിൽ നിന്ന് ടെക്സ്റ്റ് ഡിജിറ്റൽ ഫോമിലോട്ട് ആക്കാൻ വേണ്ടി കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. ഏത് ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ്? ഓപ്ഷൻ എ ബാർകോഡ് റീഡർ, ഓപ്ഷൻ ബി OCR, ഓപ്ഷൻ സി OMR, ഓപ്ഷൻ ഡി MICR. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി OCR ആണ് ആൻസർ വരുന്നത്.